എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു കഥ. ഞാൻ ആ കാലത്തൊക്കെ നമ്മുടെ ആ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഒരു ചെറിയതാണെങ്കിലും യാത്രയ്ക്കൊക്കെ സാധ്യത കുറവുള്ള സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാനിത് പറയുന്നത്. ആ കാലത്ത് തടിക്കച്ചവടം ചാച്ചൻ തുടർന്നുകൊണ്ടിരുന്നു. അപ്പം നാട്ടിൽ നിന്നൊക്കെ ചെറിയ ചെറിയ പറമ്പുകളിലൊക്കെ കിട്ടുന്ന തടികളെല്ലാം എടുത്തിങ്ങനെ ലോറി വരും, കയറിപ്പോകും. അതൊക്കെ കൂടുതൽ വളപട്ടണത്തിനോ കോഴിക്കോടിനൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും എനിക്കൊന്ന് കോഴിക്കോടിന് പോകണമെന്ന് ആഗ്രഹം. ചെറുപ്പത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വൈദ്യുതിമലയ്ക്ക് പോയ കാര്യം മുതൽ എനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു ഏത് സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരിക്കൽ ലോറി കോഴിക്കോടിന് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാച്ചനോട് ചോദിച്ചു, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അന്ന് മുതലേ അദ്ദേഹം ഈ കാര്യത്തിൽ നല്ല പ്രോത്സാഹനം തരുമായിരുന്നു എനിക്ക്. സ്കൗട്ട് ചേരട്ടെ എന്ന് ചോദിച്ചു, ചേർന്നോളാൻ പറഞ്ഞു. എവിടെയെങ്കിലും കാണാൻ പോയിക്കോട്ടെ എന്ന് വെച്ചാൽ പോയിക്കൊള്ളാൻ പറയും. പിന്നെ സ്കൗട്ട് ക്യാമ്പുകൾക്കൊക്കെ ഓൾറെഡി എല്ലാത്തിനും നമുക്ക് അനുവാദം ഉണ്ടല്ലോ, പോയേ പറ്റുകയും ചെയ്തു. അങ്ങനെ ഞാനൊന്ന് കോഴിക്കോട് കാണാൻ പോകാനായിട്ട് അനുവാദം ചോദിച്ചു. ഓക്കെ, നീ സ്കൂളിൽ നിന്ന് വന്നിട്ട് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് റോഡിലേക്ക് വന്നേക്കാൻ പറഞ്ഞു. ലോറി വന്നു. വീടിൻ്റെ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് വരില്ല, ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഒരു ജീപ്പ് മാത്രമേ പോകുള്ളൂ. അപ്പം മെയിൻ റോഡിൽ ലോറി നിൽക്കുന്നു. ഞാൻ കുളിച്ച് റെഡിയായി വന്ന് നിൽക്കുമ്പോൾ കർണാടക രജിസ്ട്രേഷൻ MEGO എന്തോ ഒരു രജിസ്ട്രേഷനുള്ള ഒരു ജീപ്പ് വന്നിരിക്കുന്നു. അവരെന്നോട് ചോദിച്ചു, വണ്ടി വന്ന് നിർത്തി. ഡ്രൈവറും കിളിയൊക്കെ ഉണ്ട്. അതും ഒരു കർണാടക രജിസ്ട്രേഷൻ ലോറിയായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. MYG അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു, MEG എന്തോ. അവർ വന്ന് ചോദിച്ചു, ഈ തടിയുടെ ഉടമസ്ഥൻ ആരാണ്, എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫാദറാണ്. അവർക്ക് മലയാളം അറിയായിരുന്നു കുറച്ചൊക്കെ. അദ്ദേഹം ഇങ്ങനെ ലോറി വന്നപ്പം ഇവിടെ നിർത്തിയിട്ട് കുളിക്കാനായിട്ട് വീട്ടിലോട്ട് പോയതാണ്, ഇപ്പോൾ കുളിച്ച് റെഡിയായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചു, പാസ് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ആ പാസ് കാണിക്കാൻ പറഞ്ഞപ്പം ഈ പാസ് അവർ വാങ്ങി. എന്നിട്ട് ഇവർ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, മണക്കട സ്കൂളിനപ്പുറത്ത് വായിക്കുമ്പ എന്ന് പറഞ്ഞൊരു സ്ഥലം. അത് ശരിക്കും പറഞ്ഞാൽ കർണാടകത്തിലെ ഇവിടെ ചേർന്ന് കിടക്കുന്ന സ്ഥലമായിരിക്കും. അവർക്ക് അവിടെ എന്തോ ഒരു ഓഫീസ് എന്തോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനോട് അങ്ങോട്ട് വരാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ഇവർ വണ്ടി എടുത്തങ്ങ് പോയി. ചാച്ചൻ റോഡിൽ കയറി വന്നപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഇങ്ങനെ കർണാടക ഫോറസ്റ്റിൻ്റെ ആൾക്കാർ വന്ന് പാസും വാങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം യാത്ര അങ്കലാപ്പിലായി. വണ്ടി ആലക്കോട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന അരങ്ങം ഇന്നും അരങ്ങം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്റ്റേഷനുള്ളത്. വണ്ടി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഇട്ടേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ചനോട് പറഞ്ഞു, നീ വണ്ടി കയറി പോയിക്കോ, സ്റ്റേഷൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് നീ വണ്ടിക്കകത്തിരുന്നോ എന്ന് പറഞ്ഞ് ചാച്ചൻ അവിടെ നിന്ന് ഒരു ജീപ്പ് പിടിച്ച് ഈ പറഞ്ഞ വായിക്കുമ്പേക്ക് പോയി. മണക്കടവിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, മേപ്പറക്കാവിൽ അപ്പച്ചൻ ചേട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെയും കൂട്ടി നേരെ ഈ ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് അവരെ കണ്ട് രാത്രി ഒരു 9:30-10 മണിയായപ്പോഴത്തേക്ക് വന്നപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇതിൻ്റെ അകത്ത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടും പ്രദേശത്തു നിന്ന് പലരുടെയും നിന്ന് വാങ്ങിയ തടിയായിരുന്നു, നമ്മളായിട്ട് പോയി വെട്ടിയതൊന്നുമല്ല. അങ്ങനെ വെട്ടിയ ഏതോ തടിക്കകത്ത് തടികളിൽ കുറച്ചെണ്ണം കർണാടക ഫോറസ്റ്റിൽ നിന്ന് ആരോ കടത്തിക്കൊണ്ട് വന്ന് കേരളത്തിൽ ഇട്ടുന്ന തടിയാണ് എന്ന് ഇവർക്ക് ആരോ ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇവർ വന്ന് ഈ പാസും വാങ്ങിപ്പോയത്. ശരി, അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ തടി പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് ഇറക്കിയിട്ടിട്ട് ലോറി കൊണ്ടുപോയിക്കണം പറഞ്ഞു. കാരണം അന്നത്തെ കാലത്ത് ആ ലോറി എങ്ങാനും പോലീസ് പിടിച്ച് ഫോറസ്റ്റിലൊക്കെ അകപ്പെട്ടാലുള്ള കഥ നമുക്കറിയാവുന്നതാണല്ലോ. അങ്ങനെ ആ ലോറി എങ്ങാനും പിടിച്ച് അകത്തായി പോയി കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് അവിടുന്ന് ലോറി കൊണ്ടുപോകാനുള്ള അനുവാദം മേടിച്ചു. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് ചാച്ചൻ തിരിച്ചു വന്നു. വരുന്നത് വേറെ ഒരു ലോറിയായിട്ടാണ്. അത് ഞങ്ങളുടെ കുട്ടാറമ്പിലുള്ള തുണിയമ്പ്രാൽ എന്ന് പറയുന്ന ഒരു കുടുംബക്കാരുടെ അപ്പോളോ എന്ന് പറയുന്ന ലോറിയായിരുന്നു. ശിവൻ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് അത് ഓടിച്ചുകൊണ്ടിരുന്നത്. ആ ലോറി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ ലോറി തടി ഇറക്കിയിടാൻ പറഞ്ഞെങ്കിലും തടിയുമായിട്ട് ലോറി പോയി. പിന്നെ പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് തടി ഇറക്കിയിടണമല്ലോ, തടിയില്ലെങ്കിൽ പിറ്റേ ദിവസം പ്രശ്നമാകില്ലേ. ആ കാലഘട്ടത്തിൽ അന്ന് ഈ ലോക്കലി വാങ്ങി കുറേ അധികം തടികൾ വീണ്ടും പല സ്ഥലത്ത് കിടപ്പുണ്ട്. അത് കയറ്റാനുള്ള ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ അപ്പോളോ ലോറിയും കൊണ്ട് നടന്ന ആ പ്രദേശത്തുണ്ടായിരുന്ന കുറേ അധികം തടി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനെ മുറ്റത്ത് ഇറക്കിയിട്ടു. അതല്ലാതെ അന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ ആ തടി കൊണ്ടുവന്നിട്ടു. പിറ്റേ ദിവസം കർണാടക ഫോറസ്റ്റുകാർ വന്ന് നോക്കി, തടിയൊക്കെ നാട്ടിലെ തടി തന്നെയാണ്. മറ്റേതിൽ ഈ പരാതി കൊടുത്ത ആൾ കണ്ടിട്ടാണോ ഞങ്ങളുടെ ഈ തടി ഉണ്ടായിരുന്നോ എന്നറിയില്ല. പക്ഷേ അവരുടെ കണക്ക് പ്രകാരം അവർ നോക്കുമ്പോൾ അതിലെന്തെങ്കിലും സംശയം തോന്നി പിടിച്ചാൽ അന്ന് ലോറി പോകുമായിരുന്നു. അന്നൊരു ലോറിയുടെ വില കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സാധിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിൻ്റെ അകത്ത് ദൈവം ഇടപെട്ടു എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെയൊരു പരിഹാരം ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ചെറുപ്പം മുതലേ ഇത്തരം ചില കേസുകളിലൊക്കെ ഇടപെട്ട് ചെറിയൊരു ജീവിതാനുഭവം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. അടുത്ത കഥകൾ അടുത്ത എപ്പിസോഡിൽ.